ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധമായ വലിയ നോമ്പിന്റെ രണ്ടാം പകുതിയിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ചിന്തിക്കുവാനായി ആഗ്രഹിക്കുന്ന തിരുവചന ഭാഗം സ്നേഹത്തിന്റെ അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം അതിന്റെ 4-ാം അധ്യായം 7-8 തിരുവചന ഭാഗങ്ങളാണ്. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കണം. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവർ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. പ്രിയ സ്നേഹിതരെ, ഇന്നത്തെ കാലഘട്ടം ഏറ്റവും കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ഈ സ്നേഹത്തെയാണ്. ഇവിടെ തിരുവചന ഭാഗം നമ്മളോട് പറയുകയാണ് ദൈവം സ്നേഹം തന്നെയെന്ന്. നമ്മൾ നമ്മുടെ പ്രവൃത്തിയിലൂടെ സ്നേഹത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ സ്നേഹത്തെ പറ്റി ആഴത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മനുഷ്യ സ്നേഹത്തിന് എന്ത് സംഭവിച്ചു? തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കും. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ എങ്ങനെ സാധിക്കും? സ്നേഹം ഓരോ വ്യക്തിയിൽ നിന്നുമാണ് ആരംഭിക്കേണ്ടത്. സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കേണ്ട ഒന്നാണ്. പരിശുദ്ധ വലിയ നോമ്പിന്റെ കാലഘട്ടത്തിൽ നാം ചിന്തിക്കേണ്ടത് ദൈവസ്നേഹത്തെ എങ്ങനെ പകർന്നു കൊടുക്കാം എന്നുള്ളതാണ്. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ മേഖലകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹമുണ്ടോ എന്ന് നാം ചിന്തിക്കുക. സ്നേഹത്തോടെ ഒരു വാക്ക് സംസാരിക്കുവാൻ, സ്നേഹത്തോടെ കുടുംബത്തിലുള്ളവരെ ചേർത്ത് നിർത്തുവാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ കുടുംബത്തിന് പുറത്തു നിന്നുള്ളവരെ നമുക്ക് സ്നേഹിക്കുവാനായി സാധിക്കുകയുള്ളൂ. സ്നേഹം എന്നതൊരു വികാരമാണ്. ആ വികാരം ഓരോ വ്യക്തിയിൽ നിന്നുമാണ് ആരംഭിക്കേണ്ടത്. അത് മറ്റുള്ളവരിലേക്ക് പുറപ്പെടുന്ന, ധാരാളമായി പ്രവഹിക്കുന്ന ഒന്നാണ്. ഈ സ്നേഹത്തിൽ വളരുവാനാണ് പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. ദൈവം സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ ജനിച്ചിരിക്കുന്നു എന്നാണ് വിശുദ്ധ ശ്ലീഹയോടെ പറയുന്നത്. അപ്പോൾ സ്നേഹം എന്നത് ദൈവികമാണ്, സ്നേഹം എന്നത് ദൈവമാണ്. ഈ വലിയ നോമ്പിന്റെ കാലഘട്ടത്തിൽ നമ്മൾ അവസാന നാളുകളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ ദൈവത്തിനോടുകൂടെ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരേണ്ടത് ദൈവസ്നേഹം പ്രചരിപ്പിക്കുന്നവരായി മാറണം, ദൈവിക സ്നേഹത്തിന്റെ വക്താക്കളായി മാറണം. അങ്ങനെ ആ സ്നേഹത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മനുഷ്യരിൽ കൂടി നമുക്ക് ദൈവത്തെ കാണുവാൻ സാധിക്കും. കർത്താവായ യേശുക്രിസ്തു കാൽവരിക്കുന്നിൽ ക്രൂശിക്കപ്പെട്ടപ്പോൾ തന്റെ ശത്രുക്കൾക്ക് വേണ്ടി സ്നേഹിക്കുന്നതാണ് നാം കാണുന്നത്. ആ സ്നേഹമാണ് ദൈവിക സ്നേഹം. പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പിതാവാം ദൈവം സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയച്ച് അവർക്ക് രക്ഷയുടെ അനുഭവം കാണിച്ചു കൊടുക്കുന്ന സ്നേഹമാണ് ദൈവിക സ്നേഹം. ആ സ്നേഹത്തിൽ വളരുവാൻ നമുക്ക് സാധിക്കണം. ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ യേശുക്രിസ്തുവിലായിരിക്കുന്ന ഒരു ദൈവിക സ്നേഹത്തിന്റെ അനുഭവത്തിൽ എത്തിച്ചേരുമ്പോൾ ഈ നോമ്പ് എല്ലാ തരത്തിലും അർത്ഥപൂർണ്ണമായി തീരും. ആ നോമ്പിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് യേശുവിനെ കാണുവാൻ സാധിക്കും. അങ്ങനെ ദൈവം സ്നേഹമെന്ന് നാം സ്വയം തിരിച്ചറിയുകയും ആ സ്നേഹത്തെ നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്ത് പരസ്പരം സ്നേഹിച്ച് ദൈവിക സ്നേഹത്തിൽ വളരുവാൻ നമുക്ക് എല്ലാവർക്കും ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവത്തിന് നാം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.